മുനമ്പത്തേത് വകഭൂമിയല്ലെന്നും ഇതിന്റെ പേരിൽ രാഷ്ട്രീയമോ മതമോ കലർത്തി വിദ്വേഷം പടർത്താൻ ആരെയും അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മതങ്ങൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് അത് തന്നെയാണ്. നിങ്ങളുടെ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താതെ, മതം കലർത്താതെ, വിദ്വേഷം കലർത്താതെ, വെറുപ്പ് കലർത്താതെ കൊണ്ടുപോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി. ലോകത്ത് മുഴുവൻ വിദ്വേഷവും വെറുപ്പും നിൽക്കുകയാണ് എല്ലാവരുടെ ഇടയിൽ, അല്ലെ? വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായി ആദ്യം യുദ്ധപ്രഖ്യാപനം നടത്തിയത് ആരാ? യേശു ക്രിസ്തു. വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായ ലോകത്തിലെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് യേശുവാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന തത്വസംഹിത ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് ശത്രുവിനെ സ്നേഹിക്കാൻ, അല്ലെ, അവനെ ചേർത്ത് നിർത്താൻ, യാചകന് ധർമ്മം കൊടുക്കാൻ, ക്ഷമിക്കാൻ, കുറുക്കാൻ പഠിപ്പിച്ച മതമാണ്. ആ ക്രൈസ്തവ മതത്തിന്റെ ലേബലിൽ വിദ്വേഷ പ്രചരണം നടത്താൻ ആര് വന്നാലും അത് വചനങ്ങളുടെ, ക്രൈസ്തവ വചനങ്ങളുടെ നിഷേധവും ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ നിരാകരണവുമാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഒരുമിച്ച് നിൽക്കും, ഒരു ഒറ്റക്കെട്ടായി നിൽക്കും, നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അത് തീരുന്നത് വരെ വളരെ ഹൃദയം എന്താണ് പറഞ്ഞത്? നിങ്ങൾക്കറിയാലോ, വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഹൈബി. ആ ഹൈബിയെ എത്രമാത്രം ദുഷ്പ്രചരണങ്ങൾ നടത്തി ഹൈബിയെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു. എന്റെ എനിക്കത് ശീലമാണ്. അത് ഞാൻ വിട്ടു. ഹൈബിയെ ഞാൻ പറയാം, നമ്മളെല്ലാം, ഞാൻ ഹൈബിയെ സാക്ഷരത്തിൽ പറയാണ്, ഒരാളും അതിനുവേണ്ടി വരണ്ട. ഇത് ഞങ്ങളുടെ അനിയനാണ്, ഞങ്ങളുടെ മകനാണ്. ഹൈബിയെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. കാരണം ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഹൈബി ജീവിക്കുന്നത്. വെറുതെ അല്ല എഴുതി വെച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഹൃദയത്തിൽ ഹൈബി ഈടൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഹൈബി ഈടൻ എന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം വേറെ അർത്ഥം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദുഷ്പ്രചരണം നടത്തി. നമുക്ക് എന്റെ പദങ്ങൾ ചെയ്യാൻ പാടില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടം. വേറെ ആരും കിട്ടിയില്ല. വെറുതെ ഇതാണ് വിദ്വേഷം ഉണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക. അതിന് നമ്മളെ കുടപിടിച്ച് നിൽക്കില്ല. ഇത് ഞാൻ ബെന്നിയോടും സെബാസ്റ്റ്യനോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയാന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മനസ്സുവെച്ചാൽ ഇപ്പോഴും 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരപ്പന്തലിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മുനമ്പത്ത് കുടിയിറക്കൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. വിഷയം ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് UDF തേടിയത്. ആളുകൾ താമസിക്കുന്നതും നിബന്ധനകൾ ഉള്ളതും പണം വാങ്ങി വിറ്റതുമായ ഭൂമി വകഭൂമിയല്ല. ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെ മുനമ്പത്തേത് വകഭൂമിയല്ല. മുനമ്പത്തെ ഭൂമി പ്രശ്നം ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ ചിലർ ശ്രമിച്ചു. അതുകൊണ്ടുതന്നെ പാണക്കാട് സാദിഖലി തങ്ങളും പ്രതിപക്ഷ ഉപനേതാവ് P.K. കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള UDF നേതൃത്വം എല്ലാ മുസ്ലിം സംഘടനകളുമായി ആശയവിനിമയം നടത്തി. സാദിഖലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് വിളിച്ചേർത്ത മുസ്ലിം സംഘടനകളുടെ യോഗം മുനമ്പത്തെ പ്രദേശവാസികൾക്ക് പിന്തുണ നൽകി. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുനമ്പം നിവാസികൾക്ക് പിന്തുണ നൽകിയത് അഭിമാനത്തോടെയാണ് കാണുന്നത്. മുനമ്പത്തെ ഭൂമി പ്രശ്നവും ഇപ്പോഴത്തെ വഖഫ് ബില്ലും തമ്മിൽ ഒരു ബന്ധവുമില്ല. കേരള സർക്കാർ വിഷയം വലിച്ചു നീട്ടി സംഘർഷമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. മുനമ്പം മേഖലയിലെ ഒരു കുടുംബമെങ്കിലും കുടിയിറക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ജനപ്രതിനിധി സ്ഥാനത്ത് തുടരില്ലെന്ന് ഹൈബിയുടെ MP പറഞ്ഞു. ആശങ്കകൾ അകറ്റാനും ഈ ഭൂമി പണം കൊടുത്തു വാങ്ങിയ ഈ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവകാശവും ആർക്കും ഉണ്ടാവില്ല. മറിച്ച് ആ ആശങ്കകൾ പരിഹരിക്കുന്നത് വരെയുള്ള എല്ലാ നിയമപരമായ പരിരക്ഷയും, അതുപോലെ തന്നെ എല്ലാ പരിപൂർണമായ പിന്തുണയും അത് ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ വേണ്ട വിഷയങ്ങളിൽ അങ്ങനെ, അതിനെല്ലാം വളരെ കൃത്യവും വ്യക്തവുമായ ഒരു പ്ലാൻ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയും കഴിഞ്ഞ 2 മാസക്കാലമായി ഒരുപാട് സംഘടനകൾ, കേരളത്തിലെ പ്രബലമായ എല്ലാ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയത്തിലുമെല്ലാം വളരെ കൃത്യമായി ഈ നാടിന്റെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരത്തിന്റെ ഫോർമുലകൾ ഉരുത്തിരിയുകയും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ചർച്ചകൾ മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്
നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളോട് ഇനി അവസാനമായി എന്റെ നിലപാട് വ്യക്തമാക്കാൻ ഒരു കാര്യം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അനുമതി ഇല്ലാതെ പറയുകയാണ്. ഈ 611 കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു കുടുംബം ഇവിടുന്ന് വഖഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറപ്പിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുമെങ്കിൽ ഞാൻ എന്റെ ജനപ്രതിനിധി സ്ഥാനം MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പ്രഖ്യാപിക്കാൻ. സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങളിൽ വീഴരുതെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, MLA-മാരായ TJ വിനോദ്, അൻവർ സാദത്ത്, എൽദോസ് കുന്നപ്പള്ളി, റോജി M. ജോൺ, ഉമാ തോമസ്, മാത്യു കുഴൽനാടൻ, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, മുൻ MP KP ധനപാലൻ, ദീപക് ജോയ്, N. വേണുഗോപാൽ, അബ്ദുൾ മുത്തലിബ്, ടോണി ചെമണി തുടങ്ങിയവരും പങ്കെടുത്തു.